ആനുവൽ ഡേ. അപ്പോൾ നമ്മൾ സെൻറ് തോമസ് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതാ പൊന്നൂസിനെയും മോളൂട്ടനെയും ഒരുക്കാനുള്ള സാധനങ്ങളാണ്, എനിക്ക് ഒരുങ്ങാനുള്ള സാധനമാണ്. ഇവരെ കോസ്റ്റ്യൂമൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, തന്നു വിട്ടിട്ടില്ല. ഞാൻ പിന്നെ പൊന്നൂസിൻ്റെ മുഖമൊക്കെ ഒരുക്കിക്കൊണ്ടിങ്ങി വന്നു. ഉള്ള ഡ്രസ്സും പൊന്നൂസിൻ്റെ ഡ്രസ്സും ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നുമില്ല, ഇവരെ ഞാൻ പൊന്നൂസിനെയും മുഖമൊക്കെ ഒരുക്കിക്കൊണ്ട് വന്നു. അപ്പോൾ ടീച്ചർമാർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടല്ലോ, അതുകൊണ്ട് മുഖമൊക്കെ എൻ്റെ പറ്റുന്ന രീതിയിൽ മേക്കപ്പ് ചെയ്തുകൊണ്ട് വന്നു. ഇവിടെ നല്ല ബഹളം നടക്കുന്നത് കൊണ്ട് സൗണ്ട് ക്ലിയർ ആവത്തില്ലായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി വിശേഷമൊക്കെ അകത്തോട്ട് പൊക്കോണ്ട്. നമ്മുടെ ഇവിടെ ഡാൻസ് ചെയ്യുന്നതെല്ലാം വായന്തോടെ നിൽക്കുന്നുണ്ട്. അവരെന്നെ കളിയെ കൊണ്ട് വന്നേ. അല്ല അതൊക്കെ കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നാൽ മതി. 8 മണിക്ക് അല്ല കൊണ്ടുവരണ്ട, ഒന്നോട്ടെ പാട്ട് കേട്ടി. ഇനി മോനൂട്ടൻ്റെ ക്ലാസ്സിൽ നമ്മുടെ മോനൂട്ടൻ്റെ പൊന്നില്ല. മോനൂട്ടൻ്റെ കോസ്റ്റ്യൂം ഡ്രസ്സാണ് പഞ്ചാബ്. ഇത് പാണ്ടാണോ ടീച്ചറെ? മുണ്ടാ ഒറ്റ പറഞ്ഞ് മുണ്ടായിരുന്നു. എനിക്ക് ഷാളം കൊണ്ടുവരാൻ പറഞ്ഞത് ഞാൻ അതിലാ കൊണ്ടുപോകുന്നത്. അതല്ലെങ്കിൽ ഇത് വേണം, ഇത് ഇതാണ് നല്ലത്. അങ്ങനെ ഡ്രസ് കിട്ടുമോ? ഇതുകൂടി കണ്ട ഇങ്ങനെയാണ് ഈ ബാഗ്. ഇത് പെൺകുടാറെ ചുരിദാർ പോലെ അല്ലയോ? ചുരിദാറിന്റെ കഴുത്ത് പോലെ ഇറങ്ങിപ്പോയത്. സുന്ദരനാ ചേരും കേട്ടാ. തലയിലൊക്കെ കെട്ടുമ്പോൾ അടിപൊളിയായിരിക്കും മോളുടെ കേട്ടാ. അപ്പം നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തുള്ള ക്യാൻറ്റീനിലോട്ടാണ് നമ്മുടെ പൊന്നൂസും മോനൂട്ടൻ്റെയും പോക്ക്. അപ്പോൾ അവരെ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം മേക്കപ്പ് മാനാണ് മേക്കപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം മേക്കപ്പിന് കയറ്റിയാൽ മതി എന്നാണ് അണ്ണൻ്റെ ഓർഡർ. അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം. അപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പം മ്യൂസിക് നടന്നുകൊണ്ടിരിക്കുകയാണ്, കുഞ്ഞുങ്ങളുടെ പാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഗ്രൂപ്പ് സോങ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കരോട്ട, യോഗ അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹായ് പറ. ഹായ് കണ്ണാടി പിടിച്ചോ. ഇങ്ങോട്ട് ആ തത്തറ ഫോണി നോക്കി കളി. ആ കളി കളി റെഡി 1 കളി. സ്വിച്ച് ഇട്ട പോലെ കളിച്ചോ. അപ്പോൾ നമ്മുടെ കുട്ടീസൊക്കെ ഇത് ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മോനൂട്ടൻ്റെ തലയിലെ ടർബൺ എന്നൊക്കെ പറയൂലേ നമ്മൾ പഞ്ചാബീസൊക്കെ കെട്ടുന്നത്, അതും കെട്ടി ഒരു കിരീടം ഒക്കെ വെക്കണം. അത് ടൈം ആകുമ്പോൾ ടീച്ചർ വെച്ച് കൊടുക്കും. അങ്ങനെ ഞാൻ ഓടി പൊന്നൂസിൻ്റെ ക്ലാസ്സിൽ വന്നപ്പോൾ എൻ്റെ കുഞ്ഞിനെ മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് മാൻ ഒരു രൂപമൊക്കെ ആക്കി വെച്ചു. പീക്കോക്ക് ഒരു വർഷമൊക്കെ നീലയടിച്ച് എന്ത് സുന്ദരിയൊക്കെ ഞാൻ ഒരുക്കിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ടീച്ചർ മയിൽപ്പീലിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് വന്നു. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് ഡാൻസൊക്കെ തുടങ്ങുക. അപ്പോൾ ഇപ്പോഴും ഗ്രൂപ്പ് സോങ് കുഞ്ഞുങ്ങളുടെ സോങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ എനിക്ക് ഒരുങ്ങി നിന്നാലേ എനിക്ക് എൻ്റെ പൊന്നൂസിനെ വേണ്ടിട്ട് ഡാൻസ് കാണാൻ പറ്റൂ. അപ്പോൾ പിന്നെ നമുക്ക് ധൃതി വെപ്രാളമൊന്നും പിടിക്കണ്ടല്ലോ.
എത്ര വീഡിയോ എടുത്താലും എനിക്ക് കൺകുളിർക്കെ അവരുടെ ഡാൻസ് കാണാം, എന്നാലും എനിക്ക് തൃപ്തിയാവും. അപ്പം ഞാൻ വേഗം പോയി എല്ലാവരെയും കൂട്ടത്തിൽ കൂടി ഒരുങ്ങാൻ തുടങ്ങി. അപ്പം ഞാൻ ഒരുങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ കൂട്ടത്തിലെ ചേച്ചിമാർ പറഞ്ഞു, സാലി ഞങ്ങളെയും കൂടെ ഒന്ന് ഒരുക്കുമോ? അപ്പം ഞാൻ പറഞ്ഞു പിന്നെന്താ, എനിക്കറിയാവുന്ന രീതിയിൽ എല്ലാവരും ഞാൻ ഒരുക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷേ മുടി മാത്രം എന്നോട് പറയില്ല, എനിക്കറിയൂല. അപ്പം മുടി നമ്മുടെ കൂട്ടത്തിലുള്ള ദീമ എന്ന് പറയുന്ന മദർ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരുങ്ങിയതിന് ശേഷം ബാക്കി എല്ലാവരും ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് എൻ്റേതായ രീതിയിൽ എനിക്കറിയാവുന്ന പോലെ ഐലൈനറൊക്കെ എഴുതി എല്ലാവരും സുന്ദരികളാക്കി. സുന്ദരി അമ്മമാരൊക്കെ എല്ലാവരും സുന്ദരികളാണ്, എന്നാലും കുറച്ചും കൂടി സുന്ദരികളാക്കി എടുത്തു. അങ്ങനെ ലാസ്റ്റ് ഞാൻ മുഖമൊക്കെ റെഡിയായി ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുകയാണ്. പിന്നെ എനിക്ക് ഹെയർ സെറ്റ് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ എനിക്ക് ഹെയർ ദീമ സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഒരു 8 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് സ്റ്റേജിൽ ഇങ്ങനെ ഒരു ഡാൻസ് കളിക്കാൻ കയറുന്നത്. ലാസ്റ്റായിട്ട് ഡാൻസ് കളിച്ചത് കല്യാണത്തിന് മുമ്പ് നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു മമ്മി ആൻഡ് മീ പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പുറകോട്ടാണ് നിന്നത്. കാരണം പൊന്നൂസിൻ്റെ മോനൂട്ടൻ്റെ പ്രോഗ്രാം ഉണ്ട്, അതിൻ്റെ ഇടയിൽ എനിക്കവരെ ശ്രദ്ധിക്കാൻ പറ്റൂല എന്ന് കരുതി ഞാൻ മാറി നിന്നെയാണ്. പക്ഷേ അണ്ണൻ പറഞ്ഞു ഇത്തവണ ഞാനുണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ അണ്ണൻ്റെ നിർബന്ധത്തിലാണ് കളിക്കുന്നത്. ഞാൻ ഒരുങ്ങാൻ പോകുന്ന സമയങ്ങളിലും പൊന്നൂസിനെയും മോനൂട്ടനെയും കൂടെ അണ്ണനുണ്ട് എന്നുള്ള ധൈര്യമായിരുന്നു. ഒരിക്കലും അണ്ണൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുകയില്ലായിരുന്നു. ശരിക്കും അണ്ണനോടാണ് എനിക്ക് ഒരുപാട്. അങ്ങനെ ഞാനും റെഡിയായി, പൊന്നൂസും റെഡിയായി. മോനൂട്ടൻ പഞ്ചാബിയിട്ട് ഓടിപ്പോയി, അതുകൊണ്ട് മോനൂട്ടനെ ഇച്ചിരി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്തായാലും എടുക്കാം. കുട്ടീസൊക്കെ ഒരുങ്ങി ചിന്തിരി മടികളായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ക്യൂട്ടാണല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരുങ്ങി നിൽക്കുമ്പോൾ കാണാൻ നല്ല രസമാണ്. ദേ സ്നേക്ക് ഡാൻസിൻ്റെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടോ ഫ്രണ്ട്സ്? അപ്പോൾ LKG തൊട്ടുള്ള ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. അടിപൊളിയല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ക്യൂട്ട്നെസ് കാണുമ്പോൾ നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ സമയം അതങ്ങ് മറന്നു പോകും. എൻ്റെ പൊന്നൂസും മോനൂട്ടനെ എന്തെങ്കിലും ചില തമാശകളൊക്കെ പറയുന്ന സമയത്ത് ആയാലും വിഷമിച്ചിരിക്കുന്ന സമയത്ത് അതങ്ങ് മറന്നു പോകും, എന്തിനായിരുന്നു വിഷമിച്ചിരുന്നതെന്ന്. അപ്പോൾ നമ്മുടെ മോനൂട്ടൻ്റെ പഞ്ചാബി ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മോനൂട്ടൻ എവിടെയാണെന്ന് പറയുമോ ഫ്രണ്ട്സ്? കമൻറ്റ് ചെയ്യണേ ഫ്രണ്ട്സ്, എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഒരു സന്തോഷമാണത്. അപ്പം ഞാൻ വിചാരിച്ച പോലെയല്ല, എൻ്റെ മോനൂട്ടൻ തകർത്ത് ഡാൻസ് കളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കയറുന്നതിന് മുമ്പേ പറഞ്ഞു, മോനൂട്ട ചിരിക്കണം, നല്ല കുലുങ്ങി കളിക്കണം, പിന്നെ പാട്ട് പാടണം. അതെൻ്റെ മോനൂട്ടൻ അതുപോലെ അനുസരിച്ച് എൻ്റെ കണ്ണൻ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഡാൻസിൻ്റെ ഒക്കെ വീഡിയോ എനിക്ക് ഇടണമെന്നുണ്ട്, പക്ഷേ ഈ വ്ളോഗിൽ ഞാൻ ഇടുന്നില്ല, കാരണം മൊത്തത്തിൽ കോപ്പിറൈറ്റ് ആയി പോവും. അപ്പം പൊന്നൂസിൻ്റെയും മോണ്ടൻ്റെയും ഡാൻസും ഞാൻ കളിച്ച ഡാൻസൊക്കെ കാണണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഫ്രണ്ട്സ്. കാരണം കോപ്പിറൈറ്റ് വന്നാലും ഡാൻസിൻ്റേതായ 3 മിനിറ്റ് അല്ലെങ്കിൽ 3.5 മിനിറ്റുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഡാൻസ് മാത്രമായിട്ട്, ഇതിപ്പോൾ വ്ളോഗ് ആയതുകൊണ്ട് അത് മുഴുവനായി അങ്ങ് പോകും. Women empowerment has become a significant അപ്പോൾ ഓപ്പൺ ഡാൻസ് ഒക്കെ കഴിഞ്ഞു. ഇത് കാന്താര സിനിമയിലെ പാട്ടാണ് കേട്ടോ ഫ്രണ്ട്സ്. അടിപൊളി ഡാൻസ് ആയിരുന്നു. അനീത്തിമാരൊക്കെ തകർത്തങ്ങ് കളിച്ചിട്ടുണ്ട്. നല്ല ഡാൻസ് ആയിരുന്നു. നമ്മുടെ വിനു മാസ്റ്റർ കൊറിയോഗ്രാഫി ചെയ്ത പാട്ടായിരുന്നു കാന്താര സിനിമയിലെ. ഇതൊക്കെ എനിക്ക് ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷേ മൊത്തം കോപ്പിറൈറ്റ് ആയി പോവും എന്ന് കരുതി മാത്രമാണ് ഞാൻ ഇടാഞ്ഞത്. അപ്പം നമ്മുടെ പൊന്നൂസിൻ്റെ ഡാൻസ് തുടങ്ങുന്നുണ്ട്. പൊന്നൂസിൻ്റെ ഡാൻസ് പുതുവെള്ളൈ മഴை ഇன்று പൊഴുകിன்றது அந்த കൊള്ളை നീല ഉടൽ നനകിன்றது പാടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒരുപാട് പാടിക്കൊളവാക്കുന്നില്ല ഫ്രണ്ട്സ്. We dance for madness, we dance for tears, we dance for hope, we dance for screams. We are the dancers, we create dreams. So here comes our dancers of 1B with their dancing dynasty. The participants are Alfa Fatima,
അങ്ങനെ നമ്മുടെ പൊന്നൂസിനെ പീക്കോക്ക് ഡാൻസ് കഴിഞ്ഞിട്ട് ഞാൻ വേഗം വിളിച്ചുകൊണ്ട് വന്ന് ഇനി നമ്മുടെ ഡാൻസിന് എല്ലാവരും കുഞ്ഞുങ്ങളെ ഒരുക്കി റെഡിയാക്കി നിർത്തിയേക്കുവാണ്. അങ്ങനെ പൊന്നൂസിൻ്റെ മുഖത്തെ പീക്കോക്ക് ഡാൻസിൻ്റെ ബ്ലൂ അടിച്ച മേക്കപ്പ് കളയാൻ വേണ്ടി ഒരു ടിന്ന് പാരഷൂട്ട് വേണ്ടി വന്നു, ഉരച്ച് കഴുകി കളയാൻ. പിന്നെ അവസാനം ഞാൻ പൊന്നൂസിനെ ഒരുക്കി എടുത്തു ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് മമ്മി ആൻഡ് മീ ഡാൻസ് ആണ്. ഫ്രണ്ട്സ് അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി ഒരുപാട് ലേറ്റായി. അപ്പം നമ്മുടെ പൊന്നൂസിന് മൂട്ടനൊക്കെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളങ്ങ് തളർന്നു പോയി. അപ്പോൾ എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളെ വീട്ടിൽ കൊണ്ടുവരണം. പിന്നെ അതുപോലെ അമ്മ ഒക്കെ പ്രോഗ്രാം കാണാൻ വന്നിരുന്നു, അണ്ണൻ്റെ അമ്മയൊക്കെ. അപ്പം അമ്മായിയൊക്കെ രാത്രി കൊണ്ടുവിടണമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ വീഡിയോ ഒന്നും പിന്നെ ബാലൻസ് എടുക്കാൻ നിന്നില്ല. അങ്ങനെ പിന്നെ അതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ 8 വർഷങ്ങൾക്ക് ശേഷം പിന്നെയും സ്റ്റേജിൽ കയറി 2 കുഞ്ഞുങ്ങളുടെ അമ്മ ആയതിനു ശേഷം സ്റ്റേജിലൊക്കെ കയറി കളിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലായിരുന്നു, വല്ലാത്തൊരു സന്തോഷമായിരുന്നു. പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടിയ പോലെ. അപ്പോൾ നമ്മുടെ ഡാൻസ് പൊന്നൂസിനെയും മോണ്ടനെയും മമ്മി ആൻഡ് മീ ഡാൻസൊക്കെ ആണെങ്കിൽ ഫ്രണ്ട്സ് കമൻറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ കൊള്ളാമെന്നൊരു കമൻറ്റ് ഇടുമ്പോൾ അതിന് ഒരുപാട് വാല്യൂ ഉണ്ട്, അതുകൊണ്ടിട്ടാണ്.